നമസ്കാരം. പ്രധാന വാർത്തകൾ. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. വിശ്വാസികൾക്ക് ഇനി വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനകളുടെയും നാളുകൾ. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. എരുമപ്പെട്ടി ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിക്കൂടും കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയതെന്ന് പ്രാഥമിക സൂചന. കാട്ടകാമ്പാൽ കരിച്ചാൽ കടവിൽ ശിവരാത്രി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് പീഡികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്കുമെതിരെ കേസ്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ തലപ്പൊക്ക മത്സരം നടത്തിയ 4 ആനകൾക്ക് 5 ദിവസം എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കുന്നതിന് വനം വകുപ്പിന്റെ വിലക്ക്. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാർക്കാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കടവല്ലൂർ ഒറ്റപ്പിലാവ് വലിയറ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ വൻ കവർച്ച. ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ 40,000 രൂപയോളം വിലമതിക്കുന്ന ഓട്ടുപാത്രങ്ങളും CCTV സംവിധാനങ്ങളും കവർന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും ഞായറാഴ്ച രാവിലെ 9:30 ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത് എന്നാണ് നിഗമനം. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 10 ഓട്ട് നിലവിളക്കുകൾ, ഒരു കുത്തുവിളക്ക്, കിണ്ടി, കവരവിളക്ക് എന്നിവയ്ക്ക് പുറമെ CCTV മോണിറ്ററും DVRും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ക്ഷേത്രം കമ്മിറ്റി അംഗമായ ബിജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കളെ കണ്ടെത്താനായി പോലീസ് ഊർജിതമായ തിരച്ചിൽ നടത്തുകയാണ്. എരുമപ്പെട്ടി ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിക്കൂടം കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് പാടശേഖരത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ പുറകിലത്തെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 3 വർഷം മുമ്പാണ് വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നത്. ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വീടുമായി നാട്ടുകാർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും 2 വർഷം മുമ്പ് മറ്റൊരാൾ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓടിട്ട വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പുറകിലെ ചായ്പിൽ അടുപ്പ് നിന്നിരുന്ന ഭാഗത്ത് നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അസ്ഥികളോടൊപ്പം തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം കുഴി മൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, മെമ്പർ ആമിന സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള 50 നാളുകൾ വ്രതാനുഷ്ഠാനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സ്വയം നവീകരണത്തിലൂടെയും വിശ്വാസി സമൂഹം പ്രത്യാശയുടെ ഉയർപ്പു തിരുനാളിനായി ഒരുങ്ങും. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുൻപുള്ള പ്രധാന സംഭവങ്ങളിലൂടെയാണ് ക്രൈസ്തവർ ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത്. 40 ദിവസത്തെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയും തുടർന്ന് പടയാളികൾ ക്രിസ്തുവിനെ പിടികൂടി പിലത്തോസിന്റെ മുൻപിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നതും ജനക്കൂട്ടത്തിന്റെ ആവശ്യാർത്ഥം കുരിശുമരണത്തിന് വിധിക്കുന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടും. കുരിശു വഹിച്ചുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ഗാഗുൽത്ത മലയിലേക്കുള്ള ദൈവപുത്രന്റെ യാത്രയും ഇരുവശങ്ങളിൽ നാട്ടിയ കുരിശുകളിൽ കള്ളന്മാർക്കൊപ്പം മധ്യേയുള്ള മരക്കുരിശിൽ മരണം വരിച്ചതും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായ ത്യാഗനിർഭരമായ സംഭവങ്ങളിലൂടെ കടന്നുപോയാണ് 50 ദിനരാത്രങ്ങൾ നീണ്ട വലിയ നോമ്പാചരണത്തിന് സമാപനമാവുക.
യേശുവിന്റെ പീഠാനുഭവത്തെ സ്മരിച്ചുകൊണ്ടുള്ള വലിയ നോമ്പിന് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തുടക്കം. രാവിലെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷ നടന്നു. തുടർന്ന് കഞ്ഞി നേർച്ചയും ഉണ്ടായി. ഇടവക സന്ദർശിച്ച സ്വീഡനിലെ ലൂത്രൽ സഭയുടെ പ്രീസ്റ്റ് ജെന്നിഫറിന് സ്വീകരണം നൽകി. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ഞാലിയംകുഴി ദയാറംഗം ഫാദർ ജിയോ, വിശ്വാസികളും സന്നിഹിതരായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ 5 മണിക്ക് രാത്രി നമസ്കാരവും പ്രഭാത നമസ്കാരവും, 12 മണിക്ക് ഉച്ച നമസ്കാരവും, ഉച്ചതിരിഞ്ഞ് 3-ന് 9-ാം മണി നമസ്കാരവും, വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. വലിയ നോമ്പ് ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും മാത്രമേ വിശുദ്ധ കുർബാന ഉണ്ടാകൂ എന്നും പള്ളിയിൽ താമസിച്ച് നോമ്പ് ആചരിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്നും വികാരി, സഹവികാരി, ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർ അറിയിച്ചു. കാട്ടകാമ്പാൽ കരിച്ചാൽ കടവിൽ ശിവരാത്രി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് പീഡികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. അഞ്ഞൂർ സ്വദേശി ബിനോയ്, കരിച്ചാൽ കടവ് സ്വദേശികളായ എവിൻ, സുരേഷ്, ധനലക്ഷ്മി, അഖിൽ എന്നിവർക്കും ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി ജിഷിനും സംഘർഷത്തിൽ പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കരിച്ചാൽ പുതിയ പാലത്തിന് സമീപമായിരുന്നു സംഭവം. രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. BJP അനുഭാവമുള്ള അമിഗോസ് ക്ലബ്ബ് അംഗങ്ങളും CPIM അനുഭാവമുള്ള യങ്ങുക ക്ലബ്ബ് അംഗങ്ങളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. അമിഗോസ് ക്ലബിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് യങ് ക്ലബ്ബ് അംഗങ്ങൾ എത്തിയതോടെയാണ് തർക്കം തുടങ്ങിയതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഷൈൻ, ജിഷിൻ, രാഹുൽ, സരോൺ, ആദിദേവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് പരിക്കേറ്റ അമിഗോസ് പ്രവർത്തകർ പറഞ്ഞു. അതേസമയം പടിഞ്ഞാറ്റുമുറി യങ്ക കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ അമിഗോസ് ക്ലബ്ബ് പ്രവർത്തകർ തടയുകയും വടിയും കല്ലും ഉപയോഗിച്ച് അക്രമം നടത്തുകയുമായിരുന്നു എന്ന് മറുവിഭാഗം ആരോപിച്ചു. പരിക്കേറ്റ ജിഷിനെയും മറ്റ് പ്രവർത്തകരെയും പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകർക്കെതിരെ CPM നടത്തുന്ന നിരന്തര ആക്രമണത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പ്രതിഷേധം രേഖപ്പെടുത്തി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പഴഞ്ഞിയിൽ കാർ തിരിക്കുന്നതിനിടെ സ്കൂട്ടറിൽ തട്ടി യുവാവിന് പരിക്കേറ്റു. പഴഞ്ഞി കാട്ടകാമ്പാൽ വീട്ടിൽ 17 വയസ്സുള്ള നവനീതിനാണ് പരിക്കേറ്റത്. രാവിലെ 11:30യോടെ പഴഞ്ഞി യങ്സ് കോർണറിലായിരുന്നു അപകടം. റോഡരികിൽ നിന്നിരുന്ന കാർ തിരിക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. റോഡരികിലേക്ക് തെറിച്ചു വീണാണ് നവനീതിന് പരിക്കേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി സ്വദേശി കഴിഞ്ഞ ദിവസം പുതുതായി വാങ്ങിയ മാരുതി എർട്ടിക കാറിടിച്ചായിരുന്നു അപകടം. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. പഴഞ്ഞി അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ, പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ 75 കേഡറ്റുകളാണ് സെറിമണിയിൽ സംയുക്ത പരേഡിൽ പങ്കെടുത്തത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തൻ മാസ്റ്റർ മാർച്ച് പാസിൽ സല്യൂട്ട് സ്വീകരിച്ചു. കുന്നംകുളം SHO ജയപ്രദീപ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, വാർഡ് മെമ്പർ മോനിഷ, PTA പ്രസിഡന്റ് അലി, സ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ആനന്ദ്, ശ്രീജേഷ്, ജിൻസി, സുജേഷ്, ഔസ, ആതിര എന്നിവർ നേതൃത്വം നൽകി. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി രൂപപ്പെട്ട ഗർത്തത്തിൽ ആംബുലൻസ് കുടുങ്ങി. കുന്നംകുളം തൃശൂർ റോഡിൽ ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ശാസ്ത്രിജി നഗറിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടി ആംബുലൻസ് കുടുങ്ങിയത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:15ഓടെയാണ് അപകടം സംഭവിച്ചത്. കുന്നംകുളം അർബൻ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തത്തിൽ കുടുങ്ങിയത്. വാട്ടർ അതോറിറ്റി അധികൃതർ ദിവസങ്ങൾക്ക് മുമ്പാണ് പൈപ്പ് മാറ്റി സ്ഥാപിച്ചത്. പൈപ്പ് സ്ഥാപിച്ചതിനുശേഷം യഥാവിധി മണ്ണിടാതെ പ്രഹസനം നടത്തി. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറുകാരും സ്ഥലം വിട്ടതാണ് കുഴി രൂപപ്പെടുന്നതിലേക്ക് നയിച്ചത്. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിനോട് ചേർന്നുള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് ആവശ്യത്തിലേറെ സമയമുണ്ടായിരുന്നിട്ടും റോഡിന്റെ ഉദ്ഘാടനം നടക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തിരക്കിട്ട് ജോലി പൂർത്തീകരിക്കാനുള്ള വാട്ടർ അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ് ആംബുലൻസ് കുഴിയിൽ അകപ്പെടുന്നതിലേക്ക് നയിച്ചത്. കുഴിയിൽ വീണ ആംബുലൻസ് ഏറെ സമയത്തെ നാട്ടുകാരുടെ പ്രയത്നത്തിനൊടുവിൽ പുറത്തെത്തിച്ചു. 6 മാസത്തിലേറെയായി ബദനി സ്കൂൾ പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെയും ഗെയിൽ പാചകവാതക കമ്പനിയുടെയും പ്രവൃത്തികൾ നടന്നുവരികയാണ്. അടിക്കടിയുള്ള പ്രവൃത്തികൾ മൂലം ബദനി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കോൺക്രീറ്റ് കാനയോട് ചേർന്നുള്ള ഭാഗത്ത് നടക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി സ്ലാബുകൾക്ക് മുകളിലൂടെ JCB കയറിയിറങ്ങുന്നതിനാൽ പലതും പൊട്ടിത്തകർന്ന സ്ഥിതിയിലാണ്.
വിദ്യാലയത്തിലേക്കും തിരിച്ചും നടന്നുവരുന്ന വഴിയിലെ സ്ലാബുകൾ തകർന്നതിനാൽ കുട്ടികൾ കാനയിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ച് നഗരസഭാധികാരികൾ സ്ലാബുകൾ പലതവണ മാറ്റിയെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിക്കായി JCB അടിക്കടി സ്ലാബുകൾക്ക് മുകളിലേക്ക് കയറ്റുന്നതിനാൽ ഇവ പിന്നെയും തകരുന്ന സാഹചര്യമാണുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവിന് കേരള സർക്കാർ നൽകുന്ന 2025-26 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ കുന്നംകുളം നഗരസഭയ്ക്ക് നേട്ടം. സംസ്ഥാനത്തെ മികച്ച നഗരസഭകളുടെ പട്ടികയിൽ 3ാം സ്ഥാനമാണ് കുന്നംകുളം സ്വന്തമാക്കിയത്. ഭരണനിർവഹണം, പദ്ധതി വിനിയോഗം, മാലിന്യ സംസ്കരണം തുടങ്ങി വിവിധ മേഖലകളിലെ മികച്ച പ്രകടനമാണ് നഗരസഭയെ ഈ പുരസ്കാരത്തിന് അർഹമാക്കിയത്. വാർഷിക പദ്ധതി നിർവഹണത്തിൽ പുലർത്തിയ കൃത്യതയും നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കിയ മാതൃകാപരമായ പദ്ധതികളും പുരസ്കാര നിർണയത്തിൽ നിർണായകമായി. ജനസൗഹൃദപരമായ ഭരണനിർവഹണവും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൈവരിച്ച മുന്നേറ്റവും കുന്നംകുളത്തിന് കരുത്തായി. 30 ലക്ഷം രൂപയും മെമ്മന്റോയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും. നഗരസഭയുടെ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ലഹരി മാഫിയയെ പിടികൂടാൻ സഹായിച്ചതിന് പ്രതികാരം. ആനായിക്കലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കഞ്ചാവ് സംഘത്തിന്റെ ആക്രമണം. കണ്ണിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനായിക്കൽ വകയിൽ വീട്ടിൽ വർഗീസിന്റെ മകൻ ആന്റണി, കൊട്ടാരപ്പാട് വീട്ടിൽ സജീവന്റെ മകൻ സജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ആന്റണിയും സജീഷും വരുന്ന വഴിയിൽ മാരകായുധങ്ങളുമായി പതിയിരുന്ന സംഘം ഇവർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ആക്രമണത്തിൽ സജീഷിന്റെ തലയിൽ വെട്ടേൽക്കുകയും കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പോക്സോ, കഞ്ചാവ് കേസുകളിൽ പ്രതികളായ സജീഷ്, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരിക്കേറ്റവർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ സംഘത്തിൽപ്പെട്ട അദീബ് എന്ന യുവാവ് ലഹരി ഉപയോഗിച്ച് ഈ മേഖലയിൽ വ്യാപകമായി അക്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ആന്റണിയും സജീഷുമായിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആയുധങ്ങളുമായുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു. സംഭവത്തിൽ പരിക്കേറ്റവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളറക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച രാവിലെ 10:45ഓടെയായിരുന്നു സംഭവം. ആദൂർ മദ്രസ പള്ളിക്കടുത്തു വെച്ചാണ് ഓട്ടുപാറ സ്വദേശി കേളം പുലാക്കൽ കുഞ്ഞുമോന്റെ ഒമിനി വാനിന് തീപിടിച്ചത്. കർട്ടൻ ബിസിനസ് നടത്തുന്ന വാഹനമായിരുന്നു. കാറിൽ ഡ്രൈവർ, കുഞ്ഞുമോനെ കൂടാതെ 4 പേർ ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് കുഞ്ഞുമോനൊഴികെ മറ്റുള്ളവർ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. വശത്തിലൊതുക്കി നിർത്താനായി വാൻ പതുക്കെയാണ് ഓടിച്ചിരുന്നത്. ഈ സമയത്ത് വാഹനത്തിന്റെ അടിയിൽ നിന്ന് തീ വരുന്നത് കണ്ട് ഡ്രൈവർ കുഞ്ഞുമോൻ ഇറങ്ങിയോടി. ഉടൻ തന്നെ സമീപത്തുള്ള വീട്ടിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്താൽ മോട്ടോർ അടിച്ച് വെള്ളം ഒഴിച്ചതിനാൽ ഒമിനി വാൻ മുഴുവനായി കത്തിയില്ല. ഇവിടെയുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലെ അഗ്നിശമന സംവിധാനവും തീയണയ്ക്കാൻ ഉപയോഗപ്പെടുത്തി. ജനവാസ കേന്ദ്രമായതിനാൽ ഒമിനി വാൻ കത്തിയത് ആശങ്കയ്ക്ക് ഇടയാക്കി. ആർക്കും പരിക്കില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. നിലവിൽ 22 കുട്ടികളാണ് അൻസാർ ആശുപത്രിയിലുള്ളത്. ഇന്നു രാവിലെ 2 കുട്ടികൾ കൂടി ചികിത്സ തേടി ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. അൻസാർ ആശുപത്രിക്ക് പുറമെ കുന്നംകുളം, ചങ്ങരംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ചികിത്സ തേടി വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് MLA സ്കൂളിലെത്തിയത്. സ്കൂൾ അധികൃതരുമായി പ്രശ്നത്തിന്റെ ഗൗരവം ചർച്ച ചെയ്യുകയും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. എത്രയും പെട്ടെന്ന് കിണർ വെള്ളം പരിശോധന നടത്താനും ഫലം വരുന്നതുവരെ ആശുപത്രിയിലുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സ്കൂൾ മാനേജ്മെന്റിനെ ചുമതലപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ മെഡിക്കൽ സെന്ററിൽ നിന്നും വിദഗ്ധ സംഘത്തെ എത്തിച്ച് കൂടുതൽ പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കൂളിൽ ക്യാമ്പ് നടത്താനും MLA നിർദ്ദേശിച്ചു. അൻസാർ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി ആളുകളെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ ഔട്ട് പേഷ്യൻ്റായി പരിശോധന നടത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൻസാറിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമായ ആശുപത്രിയിൽ അൻസാർ ഹോസ്പിറ്റലിൽ 22 കുട്ടികളുണ്ട്. ഇന്ന് രാവിലെയും ചിലർ വരുന്നുണ്ട്. മുൻപ് ചെറിയ കുട്ടികൾക്കാണ് ഇത് കണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത് കണ്ടിരുന്നു. വയറുവേദന, ഛർദി, പനി, പിന്നെ ലൂസ് മോഷൻ, ഇതാണ് ഈ കുട്ടികളുടെ പൊതുവായ ലക്ഷണം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലാബ് പരിശോധന കഴിഞ്ഞൊരു കൃത്യമായ എന്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് കാണണം.
ഒരു ഊഹം പറയുന്നു ഇവിടുത്തെ വെള്ളത്തിൽ നിന്നാണ് അതുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഉൾപ്പെടെ പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനോട്, ജില്ലാ കളക്ടറോട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്നൊരു പരിശോധന നടത്തി ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും ഇപ്പോൾ ചികിത്സ ആവശ്യമുള്ള മുഴുവൻ കുട്ടികൾക്കും ചികിത്സ ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരിൽ നിന്ന് പണം ഈടാക്കരുതെന്നും മറ്റാശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണമെന്നും MLA നിർദ്ദേശിച്ചു. 5000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ആരോഗ്യ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശിച്ച പല പ്രവൃത്തികളും നടത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ആരോപണമുന്നയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന D-സോൺ കലോത്സവത്തിൽ 6000-ത്തോളം പേർ പങ്കെടുത്ത വിവരം പഞ്ചായത്തിനെ സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്നുതന്നെ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ചികിത്സ ലഭ്യമാക്കേണ്ട ആളുകൾ സ്കൂളോ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. ജില്ലാ കളക്ടറും DMOയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DDയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൻ്റെ വസ്തുത പരിശോധിച്ച് മാനേജ്മെൻറ്റുമായും അതുപോലെ തന്നെ പഞ്ചായത്തും മറ്റെല്ലാവരുമായിട്ട് ആലോചിച്ച് ആവശ്യമായ നടപടികൾ തുടർന്ന് സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതിലുണ്ടായിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ്. പക്ഷെ വന്ന പ്രശ്നങ്ങളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായി പിന്തുണ നൽകും. രക്ഷിതാക്കളുടെ കുട്ടികളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം വളരെ ഗൗരവപൂർവ്വം തന്നെ കണ്ട് ആവശ്യമായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഘോഷ് പൂവത്തിങ്കൽ, അജിത് കുമാർ, SC/ST കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് ബോർഡ് മെമ്പർ M ബാലാജി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ തലപ്പൊക്ക മത്സരം നടത്തിയ 4 ആനകൾക്ക് 5 ദിവസം എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കുന്നതിന് വനം വകുപ്പിന്റെ വിലക്ക്. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാർക്കാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന ഉത്സവത്തിന് സമന്വയ പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു ആനകളെ. തലപ്പൊക്കാൻ നിർബന്ധിക്കുന്ന പാപ്പാനെ ആന കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ CCTV വിട്ടിരുന്നു. ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് നടപടിയെടുത്തത്. നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആനകളുടെ തലപ്പൊക്ക മത്സരം നിരോധിച്ചിട്ടുണ്ട്. പാപ്പാനെ തട്ടിത്തെറിപ്പിച്ച ശേഷം അരമണിക്കൂറോളം ആന പരാക്രമം തുടർന്നു. പിന്നീട് പാപ്പാന്മാർ ആനയെ വരുതിയിലാക്കി എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിച്ചിരുന്നു. തൃശൂർ ജില്ലയെയും മലപ്പുറം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയായ തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 19-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ചടങ്ങിന്റെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ മാസ്റ്റർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 19-ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോകബാങ്കിന്റെ ധനസഹായത്തോടെ KSTP നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് തൃശൂർ പാർമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള സംസ്ഥാന പാത നവീകരിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി ആകെ 33.243 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത DBM ആൻഡ് BC പ്രതല നിർമ്മാണവും കോൺക്രീറ്റ് പ്രതല നിർമ്മാണവും ഉപയോഗിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. കൂടാതെ 28 കലുങ്കുകളുടെ പുനർനിർമ്മാണവും 3 ചെറുപാലങ്ങളുടെ നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കി. ഇതോടൊപ്പം 19 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും തെരുവുവിളക്കുകൾ സ്ഥാപിക്കലും ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, ദിശാബോർഡുകൾ, സൂചനാ ബോർഡുകൾ, അപകട സൂചനാ ബോർഡുകളും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. റോഡിൽ സുരക്ഷാ ക്രമീകരണങ്ങളും റോഡ് മാർക്കിംഗും റോഡ് സ്റ്റഡ് സ്ഥാപിക്കലും നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു. ഇതേ ചടങ്ങിൽ ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവും കലശമലയിൽ ഏറ്റെടുത്ത 11.95 ഏക്കർ ഭൂമിയുടെ രേഖ കൈമാറലും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പെങ്ങാമുക്ക് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ചെറുവള്ളിക്കടവ് പാലം 7.94 കോടി രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മിക്കുന്നത്. നിലവിലുള്ള ചെറുവള്ളിക്കടവ് പാലത്തിന് 30 മീറ്റർ നീളവും ആകെ 4.65 മീറ്റർ വീതിയുമാണുള്ളത്.
പുതിയ പാലം 20 മീറ്റർ നീളമുള്ള 3 സ്പാനോടുകൂടി ആകെ 60 മീറ്റർ നീളത്തിലും ഇരുവശത്തും 1.5 മീറ്റർ വീതിയുള്ള നടപ്പാതകളും 7.5 മീറ്റർ വീതിയുള്ള കാരേജ് വേയും അടക്കം ആകെ 11 മീറ്റർ വീതിയിലുമാണ് നിർമ്മിക്കുക. പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകൾ ടൈൽ വിരിച്ച് മനോഹരമാക്കുകയും പാലത്തിന്റെ ഇരുഭാഗത്തും കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടിയുയർത്തി അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ഉപരിതലം ഇന്റർലോക്കിംഗ് ടൈൽ പാകുകയും പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തിയുമായിരുന്ന പാലക്കാട് നെടുങ്ങോട്ടൂർ മൂത്തേടത്ത് മനയ്ക്കൽ രാമൻ നമ്പൂതിരി നിര്യാതനായി. 85 വയസ്സായിരുന്നു. കുറച്ചു നാളുകളായി അക്കിക്കാവ് ഒരുവന്നൂർ കറുത്തേടത്ത് മനയ്ക്കൽ മകളുടെ കൂടെയായിരുന്നു താമസം. മൃതദേഹം പരേതന്റെ താൽപര്യപ്രകാരം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. ശ്യാമള അന്തർജനമാണ് ഭാര്യ. ഷാജി, ഷീമ, നിഷ, ഷൈനി എന്നിവർ മക്കളാണ്. AC മൊയ്തീൻ MLA നയിക്കുന്ന LDF കുന്നംകുളം നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥ എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, ജാഥ മാനേജർ MN സത്യൻ, KD ബാഹുലയൻ, K കൊച്ചനിയൻ, KT ഷാജൻ, EA ദിനമണി, നാസർ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി എരുമപ്പെട്ടിക്ക് 1.5 കോടി രൂപ കൂടി അനുവദിച്ച കാര്യം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സഖാക്കൾ പറഞ്ഞ, കച്ചവടക്കാരും കൂടി പറഞ്ഞ് ഈ കലുങ്കിൻ്റെ വികസനവും അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. അപ്പുറത്തെ പാലത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേനൽക്കാലം കഴിയുമ്പോഴേക്കും ആലുക്കൽ ചിറ പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കാൻ നമുക്കാവും. ആ റോഡിൻ്റെ ടാറിങ്ങും ഇപ്പോൾ നടക്കുക. ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലെ 3 പ്രതികളെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊഴിയൂർ വടക്കുംപാട്ട് അദ്വൈത്, നെന്മിനി നീർത്താട്ടിൽ അരുൺകൃഷ്ണ, എളവള്ളി പാറ, ഏങ്ങടി ശ്രീകുമാർ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കഴക്കൂട്ടം പാങ്ങപ്പാറ സ്വദേശി മധുസൂദനൻ നായർ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് ഇവർ മർദ്ദിച്ചത്. ഞായറാഴ്ച രാവിലെ 11:30 സംഭവം. മുഖത്ത് പരിക്കേറ്റ മധുസൂദനൻ ചികിത്സ തേടി. കാറിലെത്തിയ സംഘം OP ടിക്കറ്റ് എടുക്കുന്നതിനെ ചൊല്ലി സെക്യൂരിറ്റി ജീവനക്കാരനുമായി തർക്കത്തിലാവുകയായിരുന്നു. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3-ാം പ്രതി ശ്രീകുമാർ ഫാസിൽ കൊലപാതക കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 2-ാം പ്രതിയുടെ പേരിലും 2 ക്രിമിനൽ കേസുകളുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന നിയമഭേദഗതി പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ ചൊവ്വാഴ്ച ചാവക്കാട് കോടതിയിൽ ഹാജരാക്കുമെന്ന് ഗുരുവായൂർ ടെമ്പിൾ SHO G അജയ്കുമാർ അറിയിച്ചു. കുന്നംകുളം നഗരസഭയുടെ ഭാവി വികസനത്തിന് പുത്തൻ ദിശാബോധം നൽകി 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിനായുള്ള വികസന സെമിനാർ നടന്നു. ജനകീയാസൂത്രണത്തിന്റെ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരള നിർമ്മിതി എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് നഗരസഭ ചുവടുവെക്കുന്നത്. രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പണം കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളത് തീരദേശ വികസന കോർപ്പറേഷൻ അതിൻ്റെ പണിയേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥലം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കായിട്ടില്ല. കാരണം മുമ്പുണ്ടായിരുന്ന ഏതോ കാലത്ത് അത് PPP മോഡലിൽ പണിയാൻ തീരുമാനിച്ചതാണ്. അവരുമായി ചർച്ച നടത്തി അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ആധുനിക മാർക്കറ്റായിട്ട് നമുക്ക് ഇപ്പം ചില മണമൊക്കെ അവിടെ ചേർത്താണ്ട് തൊഴിലാളികളുടെ ജീവിതത്തിലും അവരെ തൊഴിലെടുക്കുന്ന പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ട ഭാഗം നമുക്കുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റുകളിൽ ഒന്നാണ്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് സഭകളിൽ നിന്നും വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ലഭിച്ച ജനകീയ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് വികസനരേഖ തയ്യാറാക്കിയതെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവേൻ, സോമൻ ചെറുകുന്ന, V മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി KK മനോജ് നന്ദി പറഞ്ഞു. സെമിനാറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഇവയാണ്. കുന്നംകുളത്തിന്റെ പൈതൃകമായ നോട്ട്ബുക്ക് നിർമ്മാണവും അച്ചടി മേഖലയും ആധുനികവൽക്കരിക്കും. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനൊപ്പം കോൾപ്പാടങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കും. നെൽ പച്ചക്കറി കർഷകർക്ക് സബ്സിഡി വഴി കൂടുതൽ പിന്തുണ ഉറപ്പാക്കും. കുറുക്കൻപാറയിലെ ഗ്രീൻ പാർക്ക് പദ്ധതിയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും. ഗാർഹിക തലത്തിൽ ബയോബിന്നുകൾ വിതരണം ചെയ്ത് നഗരത്തെ സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കും. റിംഗ് റോഡ് വികസനം, ആധുനിക ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, ട്രാഫിക് പരിഷ്കരണം എന്നിവയ്ക്ക് മുൻഗണന നൽകും. ചെമ്മണ്ണൂരിൽ ആധുനിക ശ്മശാനം നിർമ്മിക്കും. സപ്തതി മന്ദിരത്തിന്റെ പണികൾ ഈ വർഷം പൂർത്തിയാക്കും.
അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി ഇലക്ട്രിക് സ്കൂട്ടറും സബ്സിഡിയും, ഭിന്നശേഷിക്കാർക്കായി ബഡ് സ്കൂൾ സ്ഥാപിക്കും. സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനൊപ്പം കായിക മേഖലയ്ക്കായി നീന്തൽക്കുളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കിഴൂർ ബണ്ട് കിളിപ്പാടം ടൂറിസം പദ്ധതി വികസിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ കുഞ്ഞിന്റെ കാലിലെ സ്വർണ്ണക്കുലുസ് കവർന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി തൈക്കാട്ടിൽ വിജയനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:20 കൊടിമരത്തിന് സമീപത്തായിരുന്നു മോഷണം. ഒരുമനയൂർ സ്വദേശി മങ്ങന്തര ബിഷാജിയുടെ 4 വയസ്സുള്ള മകൾ ഇഷാൻവിയുടെ ഇടതുകാലിലെ 6 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കുലുസാണ് പ്രതി പൊട്ടിച്ചെടുത്തത്. ഇവരുടെ പരാതി പ്രകാരം ക്ഷേത്രത്തിനകത്തെ CCTV ദൃശ്യം പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ പതിവായി ക്ഷേത്രത്തിൽ തിരക്കുള്ള ദിവസങ്ങളിൽ എത്താറുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്ന് പോലീസ് ക്ഷേത്രത്തിൽ കാത്തിരുന്ന് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് സബ് ജയിലിലേക്ക് അയച്ചു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് SHO G അജയകുമാർ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. വെള്ളറക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി പദ്ധതിരേഖ പ്രകാശനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UV ഗിരീഷ് പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മീന സാജൻ, ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജംഷീറ ഷിഹാബ്, ആൻഡോപോൾ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുഗിജ സുമേഷ്, PA ഉണ്ണികൃഷ്ണൻ, മെമ്പർ PN വിജയകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PS പ്രസാദ്, ഷറഫു പന്നിത്തടം, സത്താർ നീണ്ടൂർ, അഭിലാഷ് കടങ്ങോട്, ഹംസ ഹാജി, പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. തെരുവുനായ ഷെൽട്ടർ നിർമ്മാണം, പന്നിത്തടം സെന്റർ സൗന്ദര്യവൽക്കരണം, സോളാർ ഗ്രാമങ്ങൾ, പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നിർമ്മാണം, പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം, തൊഴിൽ മത്സര പരീക്ഷകൾക്ക് പരിശീലനം, പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കൽ, വാതക ശ്മശാനം, കടങ്ങോട് ടൂറിസം കോറിഡോർ, നീണ്ടൂർ ആദൂർ വെള്ളത്തേരി വയലോരം മിനി ടൂറിസ്റ്റ് കേന്ദ്രം, എല്ലാ വാർഡുകളിലും വനിതാ ജിം, ഓപ്പൺ ജിം, കുടക്കല്ലിൽ കുട്ടികളുടെ പാർക്ക് തുടങ്ങിയവയാണ് ഹൈലൈറ്റ് പദ്ധതികൾ. കടവല്ലൂർ കല്ലുംപുറം മുണ്ടകത്തിങ്കൽ ശ്രീമുത്തി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5-ന് രാജേഷ് പാറമേൽ മനയ്ക്കൽ കാണിക്ക സമർപ്പണം നടത്തി ക്ഷേത്ര നട തുറക്കും. തുടർന്ന് അഭിഷേകം, വിശേഷാൽ പൂജകൾ, ക്ഷേത്രനടയിൽ മഞ്ഞൾപ്പറ, പൊങ്കാല സമർപ്പണം എന്നിവയും. 11-ന് നടക്കൽ മേളം, 12 മണിക്ക് പാൽക്കുടവും തിടമ്പും നിറയ്ക്കൽ, മനയ്ക്കിൽ നിന്ന് ചിന്തുപാട്ടോടെ എഴുന്നള്ളിപ്പും ഉണ്ടാകും. ശേഷം മഞ്ഞൾ നീരാട്ട് നടക്കും. വൈകിട്ട് 4 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തും. 6:40-ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനടക്കം കേരളത്തിലെ തലയെടുപ്പുള്ള 15 കൊമ്പന്മാർ അണിനിരക്കും. ചാലിശ്ശേരി മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയാകും. വൈകിട്ട് 7 മണി മുതൽ നാടൻ കലാരൂപങ്ങളുടെ വരവും. 7:30-ന് തായമ്പക, കേളിക്കുട്ട്, 9-ന് താലം പുറപ്പാട്, താലസംഗമം എന്നിവയും ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഊരാളൻ രാജേഷ് വാസുദേവൻ അറിയിച്ചു. താലപ്പൊലി മഹോത്സവം ചൊവ്വാഴ്ച വൈകിട്ട് 3 മണി മുതൽ CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഗുരുവായൂരിൽ നിർമ്മാണം പൂർത്തിയായ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളെ കിടപിടിക്കുന്ന രീതിയിൽ ജില്ലയിലെ ഏറ്റവും മികച്ച രീതിയിലാണ് സർക്കാർ അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. കിഴക്കേനടയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ 25 കോടി ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് നാടിന് സമർപ്പിക്കുന്നത്. ഭൂഗർഭ പാർക്കിംഗ് സൗകര്യമടക്കം നിരവധി സൗകര്യങ്ങളാണ് ഗസ്റ്റ് ഹൌസിൽ ഒരുക്കിയിട്ടുള്ളത്. ഭൂഗർഭനിലയ്ക്ക് പുറമെ 8 നിലകളിലായി 60 ലക്ഷം ചതുരശ്ര അടിയിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. 55 മുറികളാണ് അതിഥി മന്ദിരത്തിലുള്ളത്. VIP-കൾക്കായി പ്രസിഡൻഷ്യൽ സ്യൂട്ടുകളുമുണ്ട്. ഒരു പ്രസിഡൻഷ്യൽ റൂം, 4 സ്യൂട്ട് റൂം, 50 സ്റ്റാൻഡേർഡ് റൂം എന്നിവ പൊതുജനങ്ങൾക്കായി അനുവദിക്കും. കേന്ദ്രീകൃത ശീതീകരണ സംവിധാനം, 3 ലിഫ്റ്റുകൾ, കോൺഫറൻസ് ഹാൾ, വിശാലമായ ഡൈനിംഗ് ഹാൾ എന്നിവയും ക്യാന്റീൻ സൗകര്യവും ഉണ്ട്. പഴയ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥ ചൂണ്ടിക്കാട്ടി MLA-ആയിരുന്ന KV അബ്ദുൽ ഖാദർ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. ഇതേ തുടർന്നാണ് പുതിയ അതിഥി മന്ദിരം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പിന്നീട് MLA-ആയ NK അക്ബർ തുടർച്ചയായി ഇടപെട്ടതോടെ നിർമ്മാണ പ്രവൃത്തിക്ക് വേഗം കൈവരികയായിരുന്നു.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് 3-ന് ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സ്വീകരണം നൽകുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ CH റഷീദ്, ജനറൽ കൺവീനർ KV ഷാനവാസ് എന്നിവർ അറിയിച്ചു. ജാഥയെ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുനിസിപ്പൽ ചത്തുരത്തിലേക്ക് ആനയിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്വീകരണം ചാവക്കാടാണ് നടക്കുന്നത്. വൈകിട്ട് 3-ന് നടക്കുന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തൃശ്ശൂർ ജില്ലയിലേക്ക് നാളെ മറ്റന്നാൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൻ്റെ സ്വീകരണം ചാവക്കാട് ബസ് സ്റ്റാൻഡിലുള്ള കൂട്ടുങ്ങൽ ചത്തുരത്തിൽ വെച്ച് നടത്തുകയാണ്. പരിപാടിയിലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങളും UDF-ന്റെ മറ്റ് നേതാക്കളും പരിപാടി സംബന്ധിക്കും. പരിപാടി കൃത്യം 3 മണിക്കാണ് ഇവിടെ ആരംഭിക്കുന്നത്, എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെയൊക്കെ നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി 4 മണി എന്നതിന് പകരം 3 മണിയിലേക്ക് മാറ്റിയിട്ടുള്ളതുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായ തിറയും പൂതനും 18 കാവുകളിലെ ദേശങ്ങളിലേക്ക് ദേവീയ പ്രയാണം ആരംഭിച്ചു. മുഖത്ത് അരിമാവ് കോലമണിഞ്ഞ് ചിലമ്പൊലിയും മണിക്കിലുക്കവുമായി നൂറ്റാണ്ടുകാലത്തെ ചരിത്രവുമായാണ് ഇവർ ഭരണിവേലയിൽ കാവ് കയറുക. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ഭഗവതി കാവുകളിൽ തിറയും പൂതനും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണുള്ളത്. ദേശദേശാന്തരം വീടുകളിൽ ചെന്ന് വേലയുടെ സന്ദേശമെത്തിച്ച് ദേശമാകെ ഉത്സവചായ നിറയ്ക്കുന്ന പ്രയാണത്തിന് പണ്ട് ചെറുബാല്യങ്ങൾ പിൻപറ്റിയിരുന്നു. അവകാശക്കാരായ വെണ്ടിലശ്ശേരി കേളുമകൻ ത്യാഗരാജനാണ് ഇപ്പോൾ തിറയ്ക്കും പൂതനും നേതൃത്വം നൽകുന്നത്. കുതിരവേലയിൽ ദേശവേലകളിൽ ഭരണിനാളാണ് തിറയും പൂതനും ക്ഷേത്രപറമ്പിലെത്തുക. തയ്യൂർ ദേശകുതിര ക്ഷേത്രമതിൽ കെട്ടിനുള്ളിലെ ഹനുമാൻ ആലിന് സമീപമെത്തിയാൽ തിറയും പൂതനും അമ്പലപ്പറമ്പിൽ പ്രവേശിക്കുകയും മതിൽക്കെട്ടിനു പുറത്ത് തെക്കുവശത്ത് ദേവിക്ക് വേണ്ടി നടനം ചെയ്യുകയും ദേവിയെ തൊഴുതുമടങ്ങുകയും ചെയ്യും. ക്ഷേത്രത്തിലെത്തിയ ദേശവേലയെ ട്രസ്റ്റി ശിവദാസ് പെരുവഴിക്കാട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജിഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്ത് പറമ്പിൽ തുടങ്ങിയവർ സ്വീകരിച്ചു. ക്ഷേത്രകോമരം അരിയേറിനെ അനുഗ്രഹിച്ചതിനു ശേഷം ഭഗവതിക്ക് മുമ്പിൽ നടനം ചെയ്താണ് തിറയും പൂതനും ദേശപ്രയാണം ആരംഭിച്ചത്. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ കലാതിലകമായ വൈദേഹിയെ ആദരിച്ചു. വേലൂർ തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയാണ് വൈദേഹി. തൃശൂരിൽ നടന്ന തില്ലാന കുടുംബശ്രീ ബഡ്സ് സംസ്ഥാന കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും ഫാൻസി ഡ്രസ് മത്സരത്തിൽ 2-ാം സ്ഥാനവുമാണ് ലഭിച്ചത്. തേയിലത്തോട്ടത്തിൽ വെച്ച് നടന്ന വന്യമൃഗ ആക്രമണമായ സംസ്ഥാനതല കലോത്സവത്തിൽ വൈദേഹി വേദിയിൽ അവതരിപ്പിച്ചത് ഭാവത്തിനൊപ്പം ചടുലതയാർന്ന നൃത്തച്ചുവടുകളുമാണ് കലാതിലകമാക്കിയത്. റിട്ടയേർഡ് സംസ്കൃത അധ്യാപകരായ വേലൂർ തുണ്ടത്ത് സജീവിന്റെയും ഷീലയുടെയും മകളാണ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ വൈദേഹിയെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ഷൈനി ഫ്രാൻസിസ് തുടങ്ങിയവരും പങ്കെടുത്തു. കുണ്ടന്നൂർ തലശ്ശേരി റോഡിൽ ചുങ്കം ഖാദിക്ക് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. പറമ്പിന്റെ മതിൽ തകർന്നു. തിങ്കളാഴ്ച പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. വടക്കാഞ്ചേരി മച്ചാട് തിരുവാണിക്കാവ് സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് സാധനങ്ങളുമായി മടങ്ങുകയായിരുന്ന വെടിക്കെട്ടുകാരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. 50 നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ടാണ് കരിക്കുറി തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്ന വിഭൂതി തിരുനാൾ ദേവാലയങ്ങളിൽ ആചരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. മുൻവർഷത്തെ ഓശാന ഞായറാഴ്ചയിൽ വെഞ്ചരിച്ച് കുരുത്തോല കത്തിച്ചുണ്ടാക്കുന്ന ചാരമാണ് നെറ്റിയിൽ പൂശുന്നത്. മാനസാന്തരം, ഉപവാസം, പ്രാർത്ഥന എന്നിവയ്ക്ക് വിഭൂതി തിരുനാൾ ദിനത്തിൽ തുടക്കമിടുന്നതോടെയാണ് വലിയ നോമ്പാചരണത്തിന് കത്തോലിക്ക വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും സ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വലിയ നോമ്പ് ആചരിക്കുന്നത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ മുഖ്യ കാർമ്മികനായി. കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി.
പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വിഭൂതി തിരുനാൾ ഭക്തിനിർഭരമായി ആചരിച്ചു. രാവിലെ നടന്ന പ്രത്യേക വിശുദ്ധ കുർബാനയ്ക്കും വിഭൂതി ശുശ്രൂഷകൾക്കും വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണേസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നോമ്പിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പള്ളിയിൽ പ്രത്യേക കുരിശിന്റെ വഴിയും ധ്യാനവും ക്രമീകരിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ 50 നോമ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ വിഭൂതിയുടെ സന്ദേശം നൽകി. കൈക്കാരന്മാരായ കെ എ ബേബി, എം കെ ജോഷി, കെ എം രാജു, ജോയ് ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്പഴിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ നടന്ന വിഭൂതി തിരുനാൾ ആചരണ ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് ചെറുപ്പണത്ത് മുഖ്യ കാർമ്മികനായി. ഓശാന ഞായറാഴ്ച വെഞ്ചിരിച്ചു നൽകിയ കുരുത്തോല കത്തിച്ച ചാരം ഉപയോഗിച്ച് വിശ്വാസികൾ കരിക്കുറി വരച്ചുകൊണ്ടാണ് വിഭൂതി ദിനം ആചരിച്ചത്. ഇടവക കൈക്കാരന്മാരായ സി ടി ജെറ്റ്സൺ, സി പി മെൽവിൻ എന്നിവർ നേതൃത്വം നൽകി. വയലത്തൂർ വലിയ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോസ് ചിരിയങ്ങണ്ണത്ത്, വിൻസെന്റ് മെറ്റി, ബിജു തലക്കോട്ടൂർ സിസ്റ്റേഴ്സ് എന്നിവർ നേതൃത്വം നൽകി. നോമിന്റെ ഭാഗമായി 2026 മാർച്ച് 26, 27, 28 വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പള്ളിയിൽ ധ്യാനമുണ്ടായിരിക്കും. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഫാദർ സജയ് ജോസും ഫാദർ അജിൻ ചാക്കോയും ഫാദർ മെൽവിൻ മാത്തുവും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് ശുഭ്കോനോ ശുശ്രൂഷ നടത്തി. തുടർന്നുള്ള 50 ദിവസങ്ങളിലും ദേവാലയങ്ങളിൽ നോമ്പിലെ പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും ഉണ്ടാകും. KLM എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടത്തി. നിർമ്മാണ, മോട്ടോർ, തയ്യൽ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത്. എളവള്ളി പാരിഷ് ഹാളിൽ നടന്ന സംഗമം തൃശൂർ അതിരൂപത KLM ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. KLM എളവള്ളി യൂണിറ്റ് പ്രസിഡന്റ് KM ആന്റോ അധ്യക്ഷനായി. തൃശൂർ അതിരൂപത മേഖലാ സെക്രട്ടറി PI ഷാജു, മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട്, ഔസേപ്പ് എളവള്ളി, സീമ ഷാജു, ലോഫി റാഫേൽ, CK ജോയ്, ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ജൂഡോ പരിശീലനത്തിന് തുടക്കമായി. സ്കൂൾ പ്രധാന അധ്യാപകൻ MK സൈമൺ ഉദ്ഘാടനം നിർവഹിച്ചു. റോഷൻ K വർഗീസ്, TK ഡെൽജോ, KP ജോസഫ്, TJ ബീന, CB അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജൂഡോ അക്കാദമിയുമായി ചേർന്നാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. പരിശീലകരായ അഭിജിത്ത്, റോസ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള 2026-27 വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സതീശൻ 2026-27 വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിബിൻ കണ്ണൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനി പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ബിന്ദു ധർമ്മൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ AV പ്രശാന്ത്, ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രാമസഭകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. മുരളി പെരുന്നെല്ലി MLA നയിക്കുന്ന മണലൂർ നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം പഞ്ചാരമുക്കിൽ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലുള്ള കോതക്കുളങ്ങര, പാലാ ബസാർ, ചൊവ്വല്ലൂർപടി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂരിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PM മുസ്തഫ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ മുരളി പെരുന്നെല്ലി MLAയെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, സൗമ്യ നിമേഷ്, ഇടതുമുന്നണി നേതാക്കൾ തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചു. തുടർന്ന് കണ്ടാണിശ്ശേരി, അരിയന്നൂർ, കൂനമൂച്ചി, നമ്പഴിക്കാട്, മറ്റം, തിരുവത്ര, ആളൂർ, പെരുമണ്ണ്, മഴുവഞ്ചേരി, മണലി, ചിറനെല്ലൂർ, പാറന്നൂർ, തായങ്കാവ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചൂണ്ടൽ സെന്ററിൽ സമാപിക്കും. ജാഥ ക്യാപ്റ്റൻ മുരളി പെരുന്നെല്ലി MLA, വൈസ് ക്യാപ്റ്റൻ VR മനോജ്, മാനേജർ TV ഹരിദാസൻ, ജാഥ അംഗങ്ങളായ ഉഷ പ്രഭുകുമാർ, KA വിശ്വംഭരൻ, PS ജയൻ, TA ജോസ്, PT ബാബു, PA രമേശൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു.
കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം മണലൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന മുന്നേറ്റങ്ങളും ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനായാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബുധനാഴ്ച വൈകിട്ട് വാടാനപ്പള്ളി സെന്ററിൽ ജാഥ സമാപിക്കും. CPIM നേതാവും ജനയുഗം പത്രാധിപരുമായ രാജാജി മാത്യു തോമസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക സേവന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 11ാമത് കൊയ്ത്തുത്സവം നടത്തി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കേങ്കിൽ, സെക്രട്ടറി MD ജോസഫ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സണ്ണി പുലിക്കോട്ടിൽ, സണ്ണി വടക്കൻ, ഷൈനി ഫ്രാൻസിസ്, രവി വട്ടംപറമ്പിൽ, സജീഷ് മണികണ്ഠൻ, ലിജി ലോറൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിനെ ഭക്തിയിൽ ആറാടിച്ച് 2000 പേരുടെ ലളിത സഹസ്രനാമാർച്ചന നടന്നു. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിൽ സഹസ്രനാമാർച്ചന നടന്നത്. ടൗൺ ഹാളിൽ മുൻ ശബരിമല മേൽശാന്തി വിഷ്ണു നമ്പൂതിരി നടത്തുന്ന പ്രാണശക്തി പൂജയ്ക്ക് ശേഷം നൂറുകണക്കിന് ഭക്തർ നാമജപവുമായി ക്ഷേത്രനടയിലെത്തി. തുടർന്ന് ക്ഷേത്രം ഊരാളൻ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആലീസ് ഉണ്ണികൃഷ്ണനാണ് ലളിത സഹസ്രനാമം ചൊല്ലിക്കൊടുത്തത്. ഉത്തരേന്ത്യൻ ഭജൻസിലെ പ്രഗത്ഭയും ബീഹാർ MLA-യുമായ മൈഥിലി ഠാക്കൂർ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. പൈതൃകം ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, ജയൻ മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തന്ത്രിമഠത്തിൽ മുണ്ടയൂർ അഗ്നിശർമ്മൻ നമ്പൂതിരി കൊടിയേറ്റി. 4 ദിവസങ്ങളിലായി നടത്തിയ വിശേഷാൽ പൂജകൾക്കും അഭിഷേകങ്ങൾക്കും ശേഷമായിരുന്നു കൊടിയേറ്റം. ഉത്സവ നാളുകളിൽ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ശിവേലി, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി എന്നിവയും വൈകുന്നേരം മുളപൂജ, വിളക്കിനെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, നിറമാല എന്നിവയും ഉണ്ടാകും. ഉത്സവബലി ദിവസമായ 18-ാം തീയതി രാവിലെ 9-ന് നടക്കും. അന്ന് ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ പള്ളിവേട്ട 19-ാം തീയതി വൈകുന്നേരം 7-നുണ്ടാകും. 20-ന് രാവിലെ 9-ന് നടക്കുന്ന ആറാട്ടും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ദേശപൂരത്തോടെ ഉത്സവത്തിന് സമാപനമാകും. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4-ന് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, നവകം, പഞ്ചഗവ്യം, കൂട്ടുഗണപതി ഹോമം, ശ്രീഭൂതബലി, തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി രമേശ് ബാബു നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി. രാത്രി 8 മണിക്ക് പാണ്ടിമേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി. തുടർന്ന് നടന്ന ആനയോടുകൂടിയുള്ള ശീവേലിക്ക് ഗജരാജൻ ബാലുശ്ശേരി ഗോപാലൻകുട്ടി ഭഗവാന്റെ തിടമ്പേറ്റി. രാത്രി 10:30 കോതച്ചിറ കൊടുങ്ങല്ലൂരമ്മ സംഘത്തിന്റെ വീരനാട്യവും ക്ഷേത്ര മൈതാനിയിൽ അരങ്ങേറി. വേല ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് 5-ന് പാരമ്പര്യ ആചാരവേലവരവും തുടർന്ന് 8ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ തെയ്യം, തിറ, പൂതം, കാവടി എന്നീ ആഘോഷങ്ങളും ശിവരാത്രി വേല മഹോത്സവത്തിന് മാറ്റേകി. 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് നെല്ലിക്കൽ സുകുമാരൻ, സെക്രട്ടറി പീശിപ്പിള്ളി രാജീവൻ, ട്രഷറർ CM ശ്രീജിത്ത് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് ചന്തമേകി 17 ഗജവീരന്മാർ അണിനിരന്നു. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. നടക്കൽ പറ, പൂത്താലം വരവ് എന്നിവയ്ക്ക് ശേഷം ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് അഴകേകി. താഴത്തേക്കാവിൽ വേലയ്ക്കായി കരിങ്കാളി, പൂതൻതിറ എന്നിവയുടെ വരവുണ്ടായിരുന്നു. വെടിക്കെട്ടിന് ശേഷം വടക്കേ നടക്കൽ 18-ാം കർമ്മം എന്ന വിശേഷാൽ പൂജയും ഉണ്ടായി. പൊങ്ങിലിടിക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെയാണ് ഉത്സവം സമാപിച്ചത്. ഭാരവാഹികളായ KK സുഗുണൻ, E വേണുഗോപാൽ, KS ശ്രീകൃഷ്ണൻ, MS വേണുഗോപാൽ, KC വേണുഗോപാൽ, K സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മുരളി പെരുന്നെല്ലി എം.എൽ.എ. നയിക്കുന്ന മണലൂർ നിയോജക മണ്ഡലം ഇടതുമുന്നണി വികസന മുന്നേറ്റ ജാഥയ്ക്ക് മണലി സെന്ററിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ഡേവിസ് മണലി അധ്യക്ഷനായി. ജാഥ വൈസ് ക്യാപ്റ്റൻ വി.ആർ. മനോജ്, മാനേജർ ടി.വി. ഹരിദാസ്, പി.ബി. അനൂപ്, കെ.എ. സൈഫുദ്ദീൻ, കെ.എസ്. കരീം, രമ വേലായുധൻ എന്നിവർ സംസാരിച്ചു. ജാഥ സ്വീകരണത്തിന് മുരളി പെരുന്നെല്ലി എം.എൽ.എ. നന്ദി പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയലത്തൂർ നായരങ്ങാട് യൂണിറ്റ് ജനറൽ ബോഡി യോഗവും 5.25 ലക്ഷം രൂപ ധനസഹായ വിതരണവും നടത്തി. വയലത്തൂർ യൂണിറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര ഭവനിൽ നടന്ന യോഗം സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എ.കെ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. നിയോജകമണ്ഡലം കൺവീനർ ജോജി തോമസ്, ട്രഷറർ ടി.സി. ഡെന്നി എന്നിവർ പങ്കെടുത്തു. ഭദ്രം പ്ലസ് പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയും വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി 25,000 രൂപ ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ടി.ജെ. റോയ് സ്വാഗതവും സുനിൽ വയലത്തൂർ നന്ദിയും പറഞ്ഞു. പോർക്കുളം MKM UP സ്കൂളിന്റെ 121 വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയപ്പ് സമ്മേളനവും ആഘോഷിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത മുഖ്യാതിഥിയായി. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ബേബി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് നിർവഹിച്ചു. തുടർന്ന് LSS സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവരെയും ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ സമ്മാനങ്ങൾ നേടിയ പ്രതിഭകളെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ. മൊയ്തീൻ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് പി. മാത്യു, പോർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ജയരാമൻ, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി, പോർക്കുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി. ഗിരീഷ്, K.I. പീറ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രധാനാധ്യാപിക സ്റ്റെനി കെ. സ്റ്റീഫൻ, അധ്യാപകരായ ജുഷ കെ. ജോസ്, ജോബി ജോൺസൺ, ലിജോ ജോസഫ്, PTA പ്രസിഡന്റ് K.K. രതീഷ്, MPTA പ്രസിഡന്റ് ശരണ്യ മനോജ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. പുലർച്ചെ 5:30 നട തുറന്നു. തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, 1000 കുടം ധാര എന്നിവയുമുണ്ടായി. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി വാസുദേവൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചുറ്റുവിളക്ക്, അഷ്ടപതി എന്നിവയും ഉണ്ടായിരുന്നു. NSS കരയോഗം എരുമപ്പെട്ടി, ത്രയംബകം, കരിയന്നൂർ എന്നീ ടീമുകളുടെ വീരനാട്യം ഉൾപ്പെടെ നിരവധി കലാപരിപാടികളും അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,340 രൂപ, പവന് 1,14,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ കാണംകോട്ട് അപ്പുക്കുട്ടൻ മകൻ സൂര്യൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തി. LIC ഏജന്റായിരുന്നു പരേതൻ. കാർത്യായിനി മാതാവും മിനി ഭാര്യയുമാണ്. സ്വാതി, നീതു എന്നിവർ മക്കളാണ്. വേലൂർ പഴയങ്ങാടി പരേതനായ ഒലക്കെങ്കിൽ ദേവസി മകൻ തോമസ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് പഴയങ്ങാടി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ആലീസാണ് ഭാര്യ. സാജു, ബിജു, മഞ്ജു എന്നിവർ മക്കളാണ്. ചാവക്കാട് അനു ഗ്യാസ് റോഡിൽ താമസിക്കുന്ന കുരിയക്കോട്ട് പരേതനായ ഗോപാലൻ മകൻ നരേന്ദ്രൻ എന്ന മുരളീധരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് വീട്ടുവളപ്പിൽ നടത്തും. ആശ ഭാര്യയും അഖില മകളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. വിശ്വാസികൾക്ക് ഇനി വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനകളുടെയും നാളുകൾ. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു.
എരുമപ്പെട്ടി ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിക്കൂടും കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയതെന്ന് പ്രാഥമിക സൂചന. കാട്ടകാമ്പാൽ കരിച്ചാൽ കടവിൽ ശിവരാത്രി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് പീഡികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്കുമെതിരെ കേസ്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ തലപ്പൊക്ക മത്സരം നടത്തിയ 4 ആനകൾക്ക് 5 ദിവസം എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കുന്നതിന് വനം വകുപ്പിന്റെ വിലക്ക്. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാർക്കാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ AC മൊയ്തീൻ MLA സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.